മണ്ഡലകാലത്ത് റെയിൽവേയുടെ കൊള്ളയടി. ചെങ്ങന്നൂർ കോട്ടയം റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി. 4 ഇരട്ടി തുകയാണ് അയ്യപ്പ ഭക്തരടക്കമുള്ളവരിൽ നിന്ന് റെയിൽവേ ഈടാക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? ആനന്ദ്, മണ്ഡലകാല സമയത്ത് അയ്യപ്പ ഭക്തർ ഏറ്റവും കൂടുതലായിട്ട് എത്തുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ റെയിൽവേ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റെയിൽവേ ടിക്കറ്റ് നിരക്കിനേക്കാൾ കൂടുതൽ നിരക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റിനായിട്ട് ഇപ്പോൾ അവർ വാങ്ങുന്നത്. ഇവിടെ എത്തുന്ന ഓരോ അയ്യപ്പ ഭക്തനും നേരത്തെ 2 രൂപ 5 രൂപ നിരക്കുകൾ മാത്രമായിരുന്നു പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് നേരെ ഇരട്ടിയിലധികമാക്കിയിരിക്കുകയാണ്. 20 രൂപ ആണ് ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റിന് അവർ ഈടാക്കുന്നത്. 2 പേർ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ അവർ 40 രൂപ കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. ഇത് സംസ്ഥാനത്ത് മറ്റ് ഒരു റെയിൽവേ സ്റ്റേഷനിലും ഇത്രയധികം ഒരു നിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതിപ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഈ മണ്ഡലകാലത്തെ തിരക്ക് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇത്രയധികം അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിൽ എത്താനായിട്ട് പ്രധാനമായിട്ടും എത്തുന്ന ഒരു കേന്ദ്രം എന്ന് പറയുമ്പോൾ അത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഈ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് ഇപ്പോൾ 20 രൂപ വീതം അധികമായിട്ട് അയ്യപ്പ ഭക്തരുടെ നിന്നും റെയിൽവേ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. റെയിൽവേയുടെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പണം കൂടുതലായിട്ട് വാങ്ങുന്നത് എന്നാണ് ജീവനക്കാർ തന്നെ പറയുന്നത്. പക്ഷെ അവർ ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷെ എങ്കിൽ പോലും കഴിഞ്ഞ 2 ദിവസമായി ഇവർ ഈ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ട് ഇത് ഒരു മാസത്തേക്ക് മാത്രമാണ് ഇവർ ഇത്തരത്തിൽ നിരക്ക് വർദ്ധിപ്പിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം മണ്ഡലകാലം കഴിയുന്നതോടുകൂടി വീണ്ടും പഴയ നിരക്കിലേക്ക് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം ടിക്കറ്റിന്റെ നിരക്ക് എത്തും. ഇപ്പോഴെന്തായാലും അയ്യപ്പ ഭക്തർ കൂടുതലായിട്ട് എത്തുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് അവരിൽ നിന്നും കൂടുതൽ പൈസ ഈടാക്കുക അല്ലെങ്കിൽ റെയിൽവേക്ക് കൂടുതൽ പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ അയ്യപ്പ ഭക്തരെ ഇപ്പോൾ ഇവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷാജഹാൻ, ആ വിവരം നമുക്ക് സ്ഥിരീകരിക്കാമല്ലോ. കേരളത്തിൽ മറ്റൊരിടത്തും പ്ലാറ്റ്ഫോമുകളിൽ ഇങ്ങനെ ഒരു വർധന ഉണ്ടായിട്ടില്ല. ചെങ്ങന്നൂർ കോട്ടയം റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോം ടിക്കറ്റുകളിൽ മാത്രം കുത്തനെ നിരക്ക് വർദ്ധിപ്പിക്കുന്നു, 4 ഇരട്ടിയായി കൂട്ടുന്നു. അതായത് അയ്യപ്പ ഭക്തരെ ലക്ഷ്യം വെച്ച് പൊതുശ്രദ്ധയിൽ വരാതെ രഹസ്യമായി ഈ തീരുമാനമെടുക്കുകയായിരുന്നു. തീർച്ചയായിട്ടും കേരളത്തിലെ മറ്റു ഒരു റെയിൽവേ സ്റ്റേഷനിലും ഈ സമാനമായ രീതിയിലുള്ള നിരക്ക് വർധനവില്ല. പക്ഷേ ചെങ്ങന്നൂരും കോട്ടയത്തും മാത്രമായിട്ടാണ് ഇത്തരത്തിൽ നിരക്ക് വർധന വന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റെയിൽവേയുടെ തന്നെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ചില ഉത്സവ കാലങ്ങളിലൊക്കെ റെയിൽവേ സമാനമായ രീതിയിൽ പണം പിരിക്കാറുണ്ട്, അല്ലെ പണം ഉണ്ടാക്കാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ 20 രൂപ വീതം ഒരു പാസഞ്ചറിന്റെ കയ്യിൽ നിന്ന് പ്ലാറ്റ്ഫോം ടിക്കറ്റിനത്തിൽ അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഏറ്റവും അധികം നമുക്കറിയാം ശബരിമലയുടെ ഇടത്താവളമായിട്ടുള്ള ചെങ്ങന്നൂരിലാണ് ഏറ്റവും അധികം അയ്യപ്പ ഭക്തർ വന്നിറങ്ങുന്നത്. മണ്ഡലകാലത്ത് ഏറ്റവും അധികം അയ്യപ്പ ഭക്തന്മാർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നിരവധി അയ്യപ്പ ഭക്തന്മാരാണ് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരിൽ നിന്നൊക്കെ പ്രതിദിനം ഇത്തരത്തിൽ 20 രൂപ വീതമാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അയ്യപ്പ ഭക്തന്മാരായതുകൊണ്ട് തന്നെ മാത്രവുമല്ല അവർ ശബരിമല ദർശനത്തിന് എത്തുന്ന തിരക്കിലാകുന്നത് കൊണ്ടും ഇതിനെക്കുറിച്ചൊന്നും ആരും ചോദ്യം ചെയ്യാറില്ല. പക്ഷെ നമ്മുടെ ചില പ്രാദേശികമായിട്ടുള്ള ചില ആളുകൾ ചില കാരണത്തിന് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് അവർക്ക് ഈ ടിക്കറ്റ് നിരക്ക് വർധനവിനെ കുറിച്ച് ബോധ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ചോദ്യം ചെയ്തപ്പോഴാണ് പറയുന്നത് ശബരിമല സീസണിൽ 1 മാസം കാലം മാത്രമേ ഇത്തരത്തിൽ നിരക്ക് വർധനവുള്ളൂ എന്നാണ് സ്റ്റേഷൻ മാസ്റ്ററും മറ്റും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അയ്യപ്പ ഭക്തരെ കൊള്ളയടിക്കുക അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ സദേൺ റെയിൽവേയുടെ തീരുമാനം അനുസരിച്ച് ഇത്തരത്തിൽ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഷാജഹാൻ, ഒരു കാര്യം കൂടി അവസാനമായി, ഈ തുക കുത്തനെ വർദ്ധിപ്പിച്ചത് തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് എന്ന ന്യായീകരണം നമ്മളോട് നടത്തിയ ആളാരാണ്? റെയിൽവേയുടെ ചില ജീവനക്കാരെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ശബരിമല സീസൺ ആയതുകൊണ്ട് അയ്യപ്പ ഭക്തരുടെ തിരക്ക് വളരെയധികം കൂടുതലാണ്, അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ 20 രൂപ ആക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടും ആവശ്യത്തിന് വരുന്ന അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് വരുന്ന അയ്യപ്പ ഭക്തരും അല്ലെങ്കിൽ അതുപോലുള്ളവർക്കും ഒരു കാരണവശാലും ഇത്തരത്തിൽ നിരക്ക് കൂടിയാൽ പോലും അവർ ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കില്ല. കാര്യം അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ഈ മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ എത്തുന്ന സാഹചര്യത്തിൽ ഇതിനിടയിൽ കൂടുതൽ പൈസ റെയിൽവേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും ഷാജഹാൻ, ആ വാർത്തയുടെ വിശദാംശങ്ങൾ വ്യക്തമാണ്. മണ്ഡലകാലത്ത് റെയിൽവേയുടെ കൊള്ളയടി. ചെങ്ങന്നൂർ കോട്ടയം റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി. 4 ഇരട്ടി തുകയാണ് അയ്യപ്പ ഭക്തരടക്കമുള്ളവരിൽ നിന്ന് റെയിൽവേ ഈടാക്കുന്നത്. അന്വേഷിച്ചപ്പോൾ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ നിരക്ക് കുത്തനെ കൂട്ടിയത് എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർക്ക് ലഭിച്ച വിവരങ്ങൾ എന്നാണ് ഇപ്പോൾ ഷാജഹാൻ
നമ്മളോട് പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക്. വനിതാ മതിലിന് എല്ലാ പിന്തുണയും സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനർത്ഥം മതിലിന് ആളെ എത്തിക്കാനുള്ള ചെലവ് സർക്കാർ വഹിക്കും എന്നല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഖജനാവിൽ നിന്ന് ഒരു പൈസ വനിതാ മതിലിന് ചെലവഴിക്കില്ല. ഹൈക്കോടതിയിലെ സത്യവാങ്മൂലം സംബന്ധിച്ച് തെറ്റായ പ്രചരണം നടക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ രംഗത്ത് നടപ്പാക്കുന്ന പദ്ധതികൾക്ക് പണം മാറ്റിവെച്ചു എന്നാണ് പറഞ്ഞതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഖജനാവിൽ നിന്ന് ഒരു പൈസ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നില്ല. ഈ വനിതാ മതിലിന് വേണ്ടി ചെലവഴിക്കില്ല. അത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹൈക്കോടതിയിൽ കൊടുത്തൊരു എഫിഡവിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചില തെറ്റിദ്ധാരണകൾ വരുത്താൻ ശ്രമം നടക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ കൊടുത്ത എഫിഡവിറ്റ് വനിതാ രംഗത്ത് സർക്കാർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒട്ടേറെ ഇടപെടലുകൾ വിവിധ രീതിയിൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള നീക്കിവെച്ച തുകയാണ് ഈ 50 കോടി. ആ 50 കോടിയിൽ ഒരു പൈ പോലും ഈ വനിതാ മതിലിനുള്ളതല്ല. ഈ വനിതാ മതിലെന്ന് കണ്ടുകൊണ്ട് വെച്ചതുമല്ല. അതും വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വനിതാ മതിലിനെ വ്യാഖ്യാനിക്കുകയാണ്. മതിലിൽ പങ്കെടുക്കുന്നവർ ഭൂരിപക്ഷവും വിശ്വാസികളാണ്. ആരുടെയും വിശ്വാസം ഹനിക്കാൻ സർക്കാർ തയ്യാറല്ല. ഭരണഘടന അനുശാസിക്കുന്ന നിയമം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ മതിൽ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളുടേതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജാതിമതങ്ങൾക്ക് അതീതമായിട്ടാകും മതിലിൽ വനിതകൾ അണിനിരക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാടിനെ പിന്നോട്ട് നയിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരാണ് വനിതാ മതിൽ. മതിലിനെതിരെ ശബ്ദമുണ്ടാക്കുന്നവർ ചെറിയ വിഭാഗം മാത്രമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. NSSന്റെ നിലപാട് സമദൂരത്തിൽ നിന്നുള്ള വ്യതിചലിക്കലാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. RSS നടത്തുന്ന അയ്യപ്പ ജ്യോതി NSS പാരമ്പര്യത്തിന് എതിരാണ്. ചട്ടമ്പി സ്വാമിയുടെയും മന്നത്ത് പത്മനാഭന്റെയും ആശയമാണ് വനിതാ മതിലിൽ ഉള്ളതെന്നും കോടിയേരി അഭിപ്രായപ്പെട്ടു. ദൂരം പക്ഷം ചേരലോ എന്ന തലക്കെട്ടിൽ ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിൽ എഴുതിയ ലേഖനത്തിലാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നിലപാടുകളെ കോടിയേരി ബാലകൃഷ്ണൻ വിമർശിക്കുന്നത്. RSSും BJPയും ചേർന്ന് സംഘടിപ്പിക്കുന്ന വർഗീയ സമരങ്ങൾക്ക് തീ പകരാനുള്ള നടപടിയാണ് NSS ജനറൽ സെക്രട്ടറിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഡിസംബർ 26-ന് RSS നടത്തുന്ന അയ്യപ്പ ജ്യോതിയിൽ സമുദായ അംഗങ്ങൾ പങ്കെടുക്കണമെന്ന സുകുമാരൻ നായരുടെ ആഹ്വാനം NSSന്റെ പാരമ്പര്യത്തിന് നിരക്കുന്നതല്ല. 190-ലേറെ സംഘടനകൾ ചേർന്നാണ് വനിതാ മതിലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതിനോട് സംസ്ഥാന സർക്കാർ സഹകരിക്കുന്നത് കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് വായിച്ചുകൊണ്ടാണ്. തിരഞ്ഞെടുപ്പുകളിൽ NSS പുലർത്തിവരുന്ന സമദൂരം മാറ്റി ശരിദൂരമാക്കി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളെ സഹായിക്കാനാണ് NSS ജനറൽ സെക്രട്ടറിയുടെ ശ്രമമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. പിണറായിക്ക് ധാർഷ്ട്യമാണെന്ന അധിക പ്രസംഗവും സുകുമാരൻ നായർ നടത്തി. NSS അടക്കമുള്ളവർ ഉന്നയിക്കുന്ന ന്യായമായ ഒരാവശ്യത്തോടും LDF സർക്കാരിനും മുഖ്യമന്ത്രിക്കും വിദ്വേഷമില്ല. എന്നാൽ സ്ത്രീ പുരുഷ സമത്വം, ഭരണഘടനാ സംരക്ഷണം എന്നീ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. വനിതാ മതിലിനെപ്പറ്റി തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനയാണ് KCBCയും നടത്തിയതെന്ന് കോടിയേരി കുറ്റപ്പെടുത്തി. യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാത്ത വിമർശനമാണ് അവർ നടത്തിയത്. മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമമാണ് ഇതിന്റെയെല്ലാം ഭാഗമായി നടക്കുന്നതെന്നും കോടിയേരി ലേഖനത്തിലൂടെ വിമർശനം ഉന്നയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. RSSന്റെ അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുക്കുമെന്ന NSS നിലപാട് തെറ്റാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. NSS പ്രവർത്തകരായ കോൺഗ്രസുകാർ അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുക്കരുത് എന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല. ഞങ്ങൾ അതിൽ പങ്കെടുക്കരുത് എന്നുള്ള നിലപാടാണുള്ളത്. മതേതര വിശ്വാസികളായ ജനങ്ങൾ അതിൽ പങ്കെടുക്കാൻ പാടില്ല. കാരണം അയ്യപ്പന്റെ പേര് പറഞ്ഞുകൊണ്ട് RSS നടത്തുന്ന ഒരു രാഷ്ട്രീയ കള്ളക്കളിയാണ്. RSS സംഘപരിവാരം ബോധപൂർവം ഇതിന്റെ മറവിൽ വിശ്വാസികളെ കൂട്ടുമോ എന്നാണ് നോക്കുന്നത്. ഈ രണ്ട് പരിപാടികളും, മതിലിലും അതോടൊപ്പം തന്നെ RSS നടത്തുന്ന അയ്യപ്പ ജ്യോതിയിലും ഒരു UDF പ്രവർത്തകരും പങ്കെടുക്കില്ല. ശബരിമല വിഷയത്തിലെ BJP നിലപാടുകളിൽ പ്രതിഷേധിച്ച് നേതാക്കൾ CPIMലേക്ക്. BJP സംസ്ഥാന സമിതി അംഗവും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗിരിജാകുമാരിയുടെ ഭർത്താവുമായ വെള്ളനാട് കൃഷ്ണകുമാർ ഉൾപ്പെടെ 4 പേരാണ് CPIMൽ എത്തുന്നത്. തിരുവനന്തപുരത്തെ സമരപ്പന്തലിൽ നിന്നാണ് ഇവർ BJP വിട്ടത്. BJPക്ക് രാഷ്ട്രീയ പാപ്പരത്തമെന്നും പാർട്ടി വിട്ടവർ പ്രതികരിച്ചു.
BJP സംസ്ഥാന സമിതി അംഗവും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന മോർച്ചയുടെ കൺവീനറും BJP സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളുമായ ഗിരിജാകുമാരിയുടെ ഭർത്താവുമായ വെള്ളനാട് കൃഷ്ണകുമാർ, BJP നേതാക്കളായ ഉഴമലക്കൽ ജയകുമാർ, തുളിക്കോട് സുരേന്ദ്രൻ, വെള്ളനാട് V സുകുമാരൻ മാസ്റ്റർ എന്നീ പ്രമുഖ നേതാക്കളാണ് BJPയിൽ നിന്നും രാജിവെച്ചത്. ശബരിമല വിഷയത്തിൽ BJP സ്വീകരിക്കുന്ന നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് തങ്ങൾ പാർട്ടി വിട്ടതെന്ന് ഇവർ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. നിരാഹാരം കിടക്കുന്ന ശോഭ സുരേന്ദ്രനെ സമരപന്തലിൽ സന്ദർശിച്ച ശേഷമായിരുന്നു ഇവർ വാർത്താസമ്മേളനം നടത്തിയത്. BJPയുടെ ഇപ്പോഴത്തെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് BJP സ്വീകരിച്ച നിലപാടിൽ പ്രതിഷേധിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി, ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന BJP ജനാധിപത്യത്തിന്റെ കണിക പോലും കാണാൻ കഴിഞ്ഞ 3-4 വർഷക്കാലമായി നോക്കിയിട്ടും കാണാത്തതിൽ ഉള്ള അസംതൃപ്തി ഉള്ളതുകൊണ്ടാണ് BJP വിടാൻ തീരുമാനിച്ചത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച കേരളം കൈവരിച്ച നേട്ടങ്ങളെല്ലാം പുറകോട്ടടിപ്പിക്കാൻ, കഴിഞ്ഞ നൂറ്റാണ്ടുകൾ പുറകോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഒരു വശത്ത് നടക്കുമ്പോൾ എല്ലാവരും കൂടെ ഇടതുപക്ഷത്തിനെതിരായി തിരിയുന്ന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ നാടിനെ സ്നേഹിക്കുന്ന, പുരോഗമന പ്രസ്ഥാനങ്ങളോട് സ്നേഹിക്കുന്ന, ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ താല്പര്യമുള്ള, മുന്നോട്ടുള്ള പോക്കിന് ഇത് എതിരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് CPM-ന് ഞങ്ങൾ പഴയ ലാവണത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. BJPയിൽ ജനാധിപത്യ വിരുദ്ധത അസഹനീയമാണെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ BJP വിടുമെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPIM-മായി ചേർന്ന് പ്രവർത്തിക്കാനാണ് താൽപര്യമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടി. വാർത്താസമ്മേളനത്തിന് ശേഷം തിരുവനന്തപുരം CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ നേതാക്കളെ ജില്ലാ സെക്രട്ടറി ആനാവൂർ പൂമാലയിട്ട് സ്വീകരിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ CPIM-ൽ എത്തുമെന്ന് ആനാവൂർ പീപ്പിളിനോട് പറഞ്ഞു. വർഗീയത വളർത്താൻ നടത്തുന്ന BJPയുടെ പരിശ്രമത്തിനെതിരായി കനത്ത തിരിച്ചടി നൽകാൻ BJPക്കകത്തു തന്നെയുള്ള ജനാധിപത്യവാദികൾ തയ്യാറാവും എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണിത്. ഇതൊരു തുടക്കമാണ്. 2014 ആറ്റിങ്ങൽ ലോക്സഭാ സീറ്റിൽ BJPക്ക് വേണ്ടി മത്സരിച്ച ഗിരിജാകുമാരിയുടെ ഭർത്താവാണ് വെള്ളനാട് കൃഷ്ണകുമാർ. കഴിഞ്ഞ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ O രാജഗോപാലിന് 35,000-ലേറെ വോട്ടുകൾ നേടാൻ പ്രധാന കാരണം കൃഷ്ണകുമാറിന്റെ പ്രവർത്തനങ്ങളായിരുന്നു. തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ BJPക്ക് വളർച്ച നേടിക്കൊടുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച കൃഷ്ണകുമാർ അടക്കമുള്ളവർ പാർട്ടി വിട്ടത് BJP കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. തന്റെ ഭാര്യയും സംസ്ഥാന സെക്രട്ടറിയുമായ ഗിരിജാകുമാരി CPIM-ലേക്ക് വരുമോ എന്ന് ഇപ്പോൾ പറയാനാവില്ലെന്ന് കൃഷ്ണകുമാർ വ്യക്തമാക്കി. മുമ്പ് CPIM നേതാക്കളായിരുന്ന ഇവർ പാർട്ടിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് BJPയിൽ ചേർന്നത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള BJPയുടെ നയങ്ങളിൽ പ്രതിഷേധിച്ച് യുവമോർച്ച പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് സിബി സാം തോട്ടത്തിൽ രാജിവെച്ചു. ന്യൂനപക്ഷങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJP നേരിടുന്നതെന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഇത്തരം നയങ്ങൾ തനിക്ക് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് തന്റെ രാജിയെന്നും ഇനി ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം പ്രവർത്തിക്കാനാണ് തന്റെ തീരുമാനമെന്നും സിബി സാം വ്യക്തമാക്കി. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ദളിത് സമൂഹത്തിനെതിരെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആസൂത്രണമായ അക്രമങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ സാഹചര്യത്തിലാണ് BJPയുമായുള്ള ബന്ധം ഇന്ന് ഞാൻ അവസാനിപ്പിച്ചത്. ഇപ്പോൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ എത്ര കത്തോലിക്ക സമൂഹത്തിൽപ്പെട്ട വോട്ടുകളുണ്ട്, എത്ര പെന്തിക്കോസ്റ്റൽ സമൂഹത്തിൽപ്പെട്ട വോട്ടുകളുണ്ട്, എത്ര മാർത്തോമാ സമൂഹത്തിൽപ്പെട്ട വോട്ടുകളുണ്ട് എന്നിങ്ങനെ അവർ ഘട്ടം ഘട്ടമായി പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ FCR അക്കൗണ്ടുകൾ റദ്ദ് ചെയ്യുകയും അതിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഈ ക്രിസ്ത്യൻ സഭകളെ കൊണ്ട് BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ കടന്നുകയറ്റം. രാജ്യത്തെ കമ്പ്യൂട്ടർ, മൊബൈൽ വിവരങ്ങൾ നിരീക്ഷിക്കാൻ വിവിധ അന്വേഷണ ഏജൻസികൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. IB, ED, CBI, NIA ഉൾപ്പെടെയുള്ള 10 ഏജൻസികൾക്ക് വിവരങ്ങൾ ശേഖരിക്കാനും നിരീക്ഷിക്കാനും പിടിച്ചെടുക്കാനും അനുമതി നൽകിക്കൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയത്. രാജ്യസുരക്ഷയ്ക്കായി എന്ന പേരിലാണ് ഉത്തരവ് എന്ന് സർക്കാർ അവകാശം പറയുന്നു. എന്നാൽ സ്വകാര്യതയിലേക്കുള്ള സർക്കാർ കടന്നുകയറ്റമാണ് ഉത്തരവെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ആരോപിച്ചു. IT ആക്ട് 2000-ലെ 69 വകുപ്പ് പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ചാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെ കമ്പ്യൂട്ടർ, മൊബൈൽ വിവരങ്ങൾ നിരീക്ഷിക്കാൻ 10 ഏജൻസികൾക്ക് അധികാരം നൽകിയത്. IB, ED, CBI, NIA ഉൾപ്പെടെയുള്ള 10 ഏജൻസികൾക്കാണ് അധികാരം. ഉത്തരവ് പ്രകാരം കമ്പ്യൂട്ടറുകളിൽ ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ നിരീക്ഷിക്കാനും പരിശോധിക്കാനും പിടിച്ചെടുക്കാനും ഏജൻസികൾക്ക് അധികാരമുണ്ട്. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന കാര്യങ്ങൾ തടയുവാൻ IT നിയമപ്രകാരമുള്ള തടസ്സങ്ങൾ നീക്കുകയാണ് ചെയ്തത്.
ഉത്തരവിനെക്കുറിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം ഇങ്ങനെയാണ്. ഏജൻസികളുടെ നിരീക്ഷണത്തെ ചോദ്യം ചെയ്യുന്നവർക്ക് IT റൂൾസ് 2009 4-ാം വകുപ്പ് പ്രകാരം 7 വർഷം വരെ തടവും പിഴയും ലഭിക്കും. വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റം നടത്താൻ കേന്ദ്ര സർക്കാർ വിവിധ ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഉത്തരവ്. സ്വകാര്യത മൌലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്തെ ഉത്തരവ് ചോദ്യം ചെയ്യുന്നു. വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ ഇറക്കിയ ഉത്തരവിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. ലോക്സഭയിൽ വിഷയം അടിയന്തര പ്രമേയ നോട്ടീസായി വന്നതോടെ കേന്ദ്ര സർക്കാർ നടപടി കൂടുതൽ വിമർശനങ്ങൾക്ക് ഇടയാക്കുമെന്ന് വ്യക്തമാക്കി. ഇതുകൂടാതെ ഉത്തരവ് ചോദ്യം ചെയ്ത് വിവിധ സംഘടനകൾ നിയമ നടപടികളിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കമ്പ്യൂട്ടറുകൾ നിരീക്ഷിക്കാനുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് ഉടൻ റദ്ദാക്കണമെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധവും മൌലിക അവകാശമായ സ്വകാര്യതയുടെ മേലുള്ള കടന്നുകയറ്റവുമാണ്. ടെലഫോൺ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഉത്തരവ്, ആധാർ വിധി, സ്വകാര്യത മൌലിക അവകാശമാക്കിയ വിധി തുടങ്ങി സുപ്രീം കോടതി വിധികളുടെ അന്തസത്തയ്ക്ക് എതിരാണ് ഉത്തരവ്. BJP RSS ആശയങ്ങൾ പിന്തുടരാത്തവരെ എങ്ങനെയാണ് ഈ സർക്കാർ ഉപദ്രവിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഉത്തരവെന്നും CPIM പൊളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ പറഞ്ഞു. കോൺഗ്രസിന്റെ മുഖപത്രമായ നാഷണൽ ഹെറാൾഡിന്റെ കെട്ടിടം ഒഴിയണമെന്ന് ദില്ലി ഹൈക്കോടതി. കെട്ടിടം 2 ആഴ്ചയ്ക്കകം ഒഴിയണമെന്ന് ദില്ലി ഹൈക്കോടതി. കെട്ടിടം ഒഴിയാൻ കേന്ദ്ര നഗരവികസന മന്ത്രാലയം നോട്ടീസ് നൽകിയിരുന്നു. KSRTCയിൽ താൽക്കാലിക ഒഴിവുകളിലേക്ക് എംപാനൽ കണ്ടക്ടർമാരെ നിയമിക്കാം എന്ന് ഹൈക്കോടതി. നിയമം പാലിച്ച് മാത്രമേ നിയമനം നടത്താവൂ എന്നും കോടതി ഉത്തരവിട്ടു. ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യണം. PSC വഴിയുള്ള നിയമനം പൂർത്തിയാകുന്നതുവരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വരുന്നവരെയോ എംപാനൽക്കാരെയോ KSRTCക്ക് താൽക്കാലികമായി നിയമിക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കി. KSRTC നിലവിൽ നേരിടുന്ന പ്രതിസന്ധി കണക്കിലെടുത്താണ് കോടതിയുടെ ഉത്തരവ്. നിയമം അനുവദിക്കുന്ന സമയപരിധി വരെ മാത്രമായിരിക്കണം താൽക്കാലിക നിയമനം നടത്തേണ്ടതെന്നും ജസ്റ്റിസ് V ചിദംബരേഷും ജസ്റ്റിസ് R നാരായണ പിഷാരടിയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. അതേസമയം കേസിൽ കക്ഷി ചേരാനുള്ള എംപാനൽ കണ്ടക്ടർമാരുടെ അപേക്ഷ കോടതി അംഗീകരിച്ചു. PSC ലിസ്റ്റിൽ നിന്നുള്ളവർ വന്നാലും ഒഴിവുകൾ ഉണ്ടാകുമെന്ന് എംപാനൽ കണ്ടക്ടർമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. 800 കണ്ടക്ടർമാർ ദീർഘകാല അവധിയിലുമാണ്. ഇത് ഒട്ടും ആശാസ്യമല്ല. ഈ ഒഴിവുകൾ നികത്താൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കുന്നവരെയും എംപാനലുകാരെയും നിയമിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. KSRTCയിലെ നിയമനങ്ങൾ PSCക്ക് വിട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് മറ്റു വിധത്തിലുള്ള നിയമനം അംഗീകരിക്കാനാവില്ല. ഇക്കാര്യത്തിൽ മാനേജ്മെന്റും യൂണിയനും തമ്മിലുണ്ടാക്കുന്ന ഉഭയകക്ഷി കരാറിന് നിയമ പിൻബലമില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലികാടിസ്ഥാനത്തിൽ വരുന്ന എംപാനലുകാരെ നിയമം അനുവദിക്കുന്ന സമയപരിധി കഴിഞ്ഞും തുടരുന്ന സ്ഥിതി വന്നു. ഇത് സ്വീകാര്യമല്ലെന്നും കോടതി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. KSRTCയെ കരകയറ്റുക എന്ന ലക്ഷ്യമാണ് സർക്കാരിനെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഹൈക്കോടതി വിധിയെക്കുറിച്ച് പഠിച്ച ശേഷം നടപടിയെടുക്കാമെന്നും അദ്ദേഹം കോഴിക്കോട് പ്രതികരിച്ചു. വിധിന്യായം പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത് സംബന്ധിച്ച് ഒരു വ്യക്തമായ ഒരു മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. സർക്കാരിന് അങ്ങനെ പ്രത്യേകിച്ച് ആരോടും വിരോധവും താല്പര്യമില്ലല്ലോ. സർക്കാരിന്റെയും താല്പര്യം KSRTC നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകണം. കോതമംഗലം പള്ളിത്തർക്ക കേസിൽ ഇടപെടേണ്ട അടിയന്തര സാഹചര്യം ഇപ്പോഴില്ലെന്ന് ഹൈക്കോടതി. പള്ളിയിൽ ക്രമസമാധാന പാലനത്തിനുള്ള ഉത്തരവാദിത്തം പോലീസിനുണ്ടെന്നും കോടതി വ്യക്തമാക്കി. പള്ളിയിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ് നടപ്പാക്കാൻ CRPFന്റെ സഹായം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി നിരീക്ഷണം. അതേസമയം പിറവം പള്ളിത്തർക്ക കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് പുതിയ ബെഞ്ചും പിന്മാറി. ഹൈക്കോടതി ഉത്തരവിന്റെ പിൻബലത്തിൽ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ പ്രവേശിക്കാനായി എത്തിയെങ്കിലും വിധി നടപ്പാക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഓർത്തഡോക്സ് റമ്പാൻ തോമസ് പോൾ ഹൈക്കോടതിയെ സമീപിച്ചത്. വിധി നടപ്പാക്കാൻ CRPFനെ നിയോഗിക്കണമെന്നും ഹർജിയിൽ ആവശ്യമുന്നയിച്ചിരുന്നു. ഹർജി പരിഗണിച്ച കോടതി ഇപ്പോൾ ഇതിൽ ഇടപെടേണ്ട അടിയന്തര സാഹചര്യമില്ലെന്ന് വ്യക്തമാക്കി. ക്രമസമാധാന പാലനം പോലീസിന്റെ ഉത്തരവാദിത്തമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടും യാക്കോബായ സഭയോടും സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. തുടർന്ന് ഹർജി അടുത്ത മാസം 4-ന് പരിഗണിക്കാനായി മാറ്റുകയായിരുന്നു. അതേസമയം പിറവം പള്ളിത്തർക്ക കേസ് കേൾക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് V ചിദംബരേഷ്, ജസ്റ്റിസ് R നാരായണ പിഷാരടി എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചും പിന്മാറി. അഭിഭാഷകനായിരിക്കെ ജസ്റ്റിസ് ചിദംബരേഷ് പള്ളിക്കേസിൽ ഹാജരായിട്ടുണ്ടെന്നും കേസ് കേൾക്കുന്നതിൽ നിന്നും മാറി നിൽക്കണമെന്നും യാക്കോബായ വിഭാഗം ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നായിരുന്നു പിന്മാറ്റം. ഇങ്ങനെ പോയാൽ ഈ കേസ് പരിഗണിക്കാൻ ജഡ്ജിമാരില്ലാതാവുമോ എന്ന് ചോദിച്ചായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ പിന്മാറ്റം. നേരത്തെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചും ഇതേ കാരണത്തിന്റെ പശ്ചാത്തലത്തിൽ കേസ് പരിഗണിക്കുന്നതിൽ നിന്നും പിന്മാറിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പ്രാർത്ഥനയ്ക്കായി കോതമംഗലം ചെറിയ പള്ളിയിൽ എത്തിയ ഓർത്തഡോക്സ് റമ്പാൻ തോമസ് പോളിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്.
സുപ്രീം കോടതി ഉത്തരവ് വരുന്നതിന് മുൻപ് തന്നെ ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചിരുന്നതായി BJP നേതാവ്. കോൺഗ്രസിന്റെയും NSSന്റെയും നേതാക്കളാണ് ഇതിന് സൗകര്യം ഒരുക്കിക്കൊടുത്തതെന്നും BJP നേതാവായ V. രാജേന്ദ്രൻ പീപ്പിൾ TVയോട് പ്രതികരിച്ചു. 1986 മാർച്ച് 8 മുതൽ 13 വരെയാണ് യുവതികളെ അണിനിരത്തിക്കൊണ്ട് ശബരിമല 18ാം പടിയിൽ തമിഴ് സിനിമയുടെ ഡാൻസ് ചിത്രീകരണം നടന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും 7500 രൂപ കൈപ്പറ്റിയാണ് ചിത്രീകരണത്തിന് അനുമതി നൽകിയത്. NSS മുൻ പ്രസിഡന്റ് കൂടിയായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. ഭാസ്കരൻ നായരും അംഗങ്ങളായ കോൺഗ്രസ് നേതാക്കളുടെയും അനുമതിയോടുകൂടിയാണ് 18ാം പടിയിൽ യുവതികളെ കയറ്റി നൃത്തം ചവിട്ടിച്ചത്. ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന NSSന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ ഇത് മറന്നുപോകരുതെന്നും രാജേന്ദ്രൻ പറയുന്നു. അദ്ദേഹത്തിന്റെ UDF എന്ന് പറയുന്ന മുന്നണിയിൽപ്പെട്ട ഒരാളിനെയാണ് കോടതി ശിക്ഷിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഭാസ്കരൻ നായർ ഈ രമേശ് ചെന്നിത്തലയുടെ പാർട്ടി നിയോഗിച്ച ആളാണ്. അതുകൂടാതെ സരസ്വതി കുഞ്ഞികൃഷ്ണൻ മറ്റൊരു മെമ്പർ, അവരാരാ? എൻ്റെ ഓർമ്മയിൽ കൊല്ലം DCC പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാരാണ് ഉത്തരവാദി. ശബരിമലയിലെ ആചാര ലംഘനത്തിന് കൂട്ടുനിന്നത് ഈ UDF ആണ്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും അവരുടെ പാർട്ടിയാണ്. ശബരിമലയിൽ യുവതികളായ സ്ത്രീകളെ പ്രവേശിപ്പിക്കാമെന്ന സുപ്രീം കോടതി ഉത്തരവ് വരുന്നതിന് മുൻപ് തന്നെ സന്നിധാനത്ത് സിനിമാ നടികളായ യുവതികളെ കയറ്റി ആചാരലംഘനം നടത്തിയവർ തന്നെയാണ് ഇത് മറച്ചുവെച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിനെതിരെ ഇപ്പോൾ സമരം നടത്തുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പ്രളയാനന്തര പുനർനിർമ്മാണത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ ഒഴിവാക്കി കേരളി TV ജീവനക്കാർ. ക്രിസ്മസ് കേക്ക് മുറിച്ച മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് ജീവനക്കാർക്ക് ആശംസകളും ഒപ്പം വനിതാ മതിലിന്റെ പ്രസക്തിയും ഓർമ്മപ്പെടുത്തി. പ്രളയത്തെ അതിജീവിച്ച കേരളം പുനർനിർമ്മാണത്തിന്റെ പാതയിലാണ്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൈരളി TV ജീവനക്കാർ ക്രിസ്മസിന്റെ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയത്. ജീവനക്കാർക്കായുള്ള ക്രിസ്മസ് കേക്ക് കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് മുറിച്ചു. കരോളും മത്സര പരിപാടികളും എല്ലാം ഒഴിവാക്കിയിരുന്നു. ജീവനക്കാർക്ക് ആശംസകൾ നേർന്ന MD വനിതാ മതിലിന്റെ പ്രസക്തിയും ഓർമ്മിപ്പിച്ചു. ഈ ഒരു ക്രിസ്മസിന് വലിയൊരു പ്രാധാന്യമുണ്ട്. എന്താ കാരണം വെച്ചാൽ കേരളത്തിലെ ജാതിക്കും മതത്തിനും അതീതമായിട്ട് ക്രിസ്തുമസും ഓണവും വിഷുവൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി വലിയൊരു പ്രതിസന്ധിയുടെ വക്കിലാണ്. നമ്മൾ ഇത്രയും പതിറ്റാണ്ടുകളായിട്ട് ഉയർത്തിപ്പിടിച്ചിരുന്ന ആ സാഹോദര്യമൊക്കെ ഇനി നാളെ ഉണ്ടാകുമോ എന്നൊക്കെ പറഞ്ഞ ചില ശങ്കകളും പ്രതിസന്ധികളും നമ്മൾ അഭിമുഖീകരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസിൻ്റെ യഥാർത്ഥ സത്തയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ നിലനിർത്തുക, നഷ്ടപ്പെട്ടവരത് വീണ്ടെടുക്കുക എന്നൊക്കെയാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ പൈതൃകത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മതനിരപേക്ഷത അല്ലെങ്കിൽ സാഹോദര്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നിലവേണമെങ്കിൽ കാണാവുന്നതാണ്. കൈരളി TVയിലെ മീഡിയ ക്ലബ് സംഘടിപ്പിച്ച പരിപാടിയിൽ നവകേരള മിഷന്റെ സംസ്ഥാന കോർഡിനേറ്റർ ചെറിയാൻ ഫിലിപ്പ്, കൈരളി TVയിലെ വകുപ്പ് മേധാവികൾ തുടങ്ങിയവരും പങ്കുചേർന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള ദിനേശിന്റെ ക്രിസ്മസ് പുതുവത്സര മേളയ്ക്ക് കണ്ണൂർ പോലീസ് മൈതാനിയിൽ തുടക്കമായി. വ്യവസായ മന്ത്രി EP ജയരാജൻ മേള ഉദ്ഘാടനം ചെയ്തു. സിറ്റി യൂണിയൻ ബാങ്ക് മാനേജർ രാമാനന്ദ പ്രഭുവിന് കിറ്റ് നൽകിയാണ് ആദ്യ വിൽപ്പന നിർവഹിച്ചത്. ഈ മാസം 31 വരെ നീളുന്ന മേളയിൽ ദിനേശ് ഫുഡ്സ് അപ്പാരൽസ്, കുട തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ 10% മുതൽ 50% വരെ വിലക്കുറവിൽ ലഭിക്കും. കേരള ദിനേശ് ചെയർമാൻ C. രാജൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി. ക്രോക്കറി ആൻഡ് ഗ്ലാസ് വെയർ വിതരണ രംഗത്തെ പ്രമുഖരായ നോൾട്ട വിപണി വിപുലീകരണത്തിന്റെ ഭാഗമായി പുത്തൻ കാൽവെപ്പുകൾക്ക് തയ്യാറെടുക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ യൂറോപ്യൻ രാജ്യങ്ങളിലും വിപണി കീഴടക്കാനുള്ള ശ്രമത്തിലാണ് നോൾട്ട. ഇതിന്റെ മുന്നോടിയായി നോൾട്ട ജർമ്മനിയിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ സ്വന്തമാക്കി. പുതിയ ബ്രാൻഡിന് പ്രതിച്ഛായ നൽകുന്നതിന്റെ ഭാഗമായി ചലച്ചിത്ര താരം പ്രിയ മണിയെ നോൾട്ടയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിച്ചു.